ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് വരെ പറയുന്നത് ഗൈസ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമുക്കൊന്നും പറ്റിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് സ്ഥലങ്ങൾ ഒരുപാട് കുറച്ച് നീണ്ടു കിടക്കുന്നുണ്ട്. നമുക്ക് ബാക്കി ഫിഷിങ് കണ്ടിന്യൂ ചെയ്യാം. ഗൈസ് നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ. നമ്മളെ സ്വന്തം നാട് തന്നെയാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഫിഷിംഗ് വീഡിയോ ആണ്. നമ്മൾ പുഴക്കരക്കാണ് വന്നിട്ടുള്ളത്. ഈ സ്ഥലം നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇത് ഗൈസ് നമ്മളെ ക്യാമറ. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ട് കാണും ഗൈസ്. ഇതിപ്പോൾ ഇറക്കിയതും അച്ഛനമ്മേനെ സർപ്രൈസ് ചെയ്തതും വീഡിയോ ഉണ്ട് ഗൈസ്. ഇത് അടിപൊളി ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ എന്ന് വെച്ചാൽ തൊപ്പിയുടെ കുറച്ച് മുകളിലേക്ക് വെക്കുന്നുണ്ട്. നമുക്ക് ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് നമുക്ക് ക്യാമറ മൗണ്ട് ചെയ്യണം ഗൈസ്. എന്നാലേ നമുക്ക് അടിപൊളി വിഷ്വൽസ് കിട്ടുള്ളൂ. അത് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലം ഭയങ്കര നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ് ഗൈസ്. എൻ്റെ മുന്നേയുള്ള സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഈ ഒരു സ്ഥലം ഏതാണെന്ന്. ഞാനും അമലും വന്ന് നമ്മൾ ചെറുമീൻ പിടിച്ച ഒരു സ്ഥലമാണ് ഗൈസ്. അന്ന് നമ്മൾ ഈ ഗോപ്രോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കന്ന് സ്ട്രൈക്ക് കിട്ടുന്ന വീഡിയോ ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇന്ന് മുതൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടുന്ന വീഡിയോ ഒക്കെ കിട്ടാനുള്ള സെറ്റപ്പിലാണ് ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സുരേഷ് ചേട്ടൻ്റെ തോണിയാണത്. നമ്മൾ ഇതുപോലത്തെ ഒരു തോണി പണ്ട് യൂട്യൂബിലാക്കിയിട്ടുണ്ടായിന്. അത് വൻ ഹിറ്റായിരുന്നു ഗൈസ്. 6 ലക്ഷത്തിൽ മുകളിൽ ആൾക്കാർ 6 ലക്ഷത്തിന് മുകളിൽ ഏകദേശം 6 ലക്ഷം ആൾക്കാർ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടായിന്. അപ്പം ഭയങ്കര ഒരു സംഭവം അച്ചീവ്മെൻ്റ് തന്നെ ആയിരുന്നു അത്. അതുപോലത്തെ ഒരു തോണിയാണ് ഗൈസ് ഇതും. അതുപോലെ നല്ലൊരു ക്ലൈമറ്റാണ്. നല്ല പച്ച വെച്ച് നിൽക്കുന്ന സ്ഥലമാണ് ഗൈസ്. അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇന്ന് ഫിഷിങ്ങിന് പോകുന്നത്. നമ്മളിവിടെ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ചെറുമീൻ എന്ന് പറഞ്ഞ മീനാണ്. അതായത് ചില സ്ഥലത്ത് ബ്രാല് എന്ന് പറയും, ചെറുമീൻ എന്ന് പറയും. നല്ല അടിപൊളി മീനാണ് ഗൈസ്. ഫ്രഷ് വാട്ടറിൽ ഉണ്ടാകുന്ന മീനാണ്. നല്ല ഹരാണ് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ടോപ്പ് വാട്ടർ, അതായത് ഈ തവളേൻ്റെ റെപ്ലിക്ക ടൈപ്പ് ഡ്യൂപ്ലിക്കേറ്റ് തവളേനെ പോലത്തെ സാധനം ഞങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് എന്താണെന്നുള്ളത്. ആ സാധനം ഇട്ട് നമ്മൾ ടോപ്പ് വാട്ടർ ഇട്ട് വലിച്ചിട്ടാണ് നമ്മൾ ഈ മീനെ കിട്ടുന്നത്. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് മീൻ, അതായത് ഈ ലൂർ കാസ്റ്റിങ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് സ്റ്റിക്ക് വെച്ചിട്ടുള്ള മീൻ പിടുത്താണ് കേട്ടോ. അതായത് നമ്മുടെ സ്റ്റിക്ക് റെഡിയാണ്. അപ്പോൾ ലൂർ കാസ്റ്റിങ്ങിനെ പറ്റി ഐഡിയ ഇല്ലാത്ത ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഫ്രോഗൊക്കെ വെച്ച് തരുന്നതാണ്. അല്ലാത്ത ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രോഗ്. ഇതിലൊക്കെ ഒരുപാട് മീൻ പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇത് ലൂർ കാസ്റ്റിങ്ങിനെ പറ്റി അറിയുന്ന ആൾക്കാരോട് പറഞ്ഞേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാണ്. ഇത് പറഞ്ഞാൽ ശരിക്കും തവള വരുന്ന ഒരു ആക്ഷൻ, ബ്ലിബ് 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 എന്ന് പറഞ്ഞാൽ തവള വരുന്ന ഒരു ആക്ഷൻ തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ വരും ഗൈസ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഹുക്ക് ഉണ്ടാവും, കണ്ടോ? ഇതുപോലെ ഹുക്ക് ഉണ്ടാവും. ഇതൊന്ന് കടിക്കുന്ന സമയത്ത് ഹുക്കായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. കയ്യിൽ കുറച്ചധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് അത്യാവശ്യം നമുക്ക് നല്ല റിസൾട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് കയ്യിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫിഷിങ്ങിന് പോകാം ഗൈസ്. ഞാനാണെങ്കിൽ തനിച്ചേ ഉള്ളൂ. നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ തോണിയിലെ വെള്ളമൊക്കെ നീക്കണം കേട്ടോ. മഴ പെയ്തുകൊണ്ട് ഇച്ചിരി വെള്ളമുണ്ട്. പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളം കയറുന്നതാണ്. ഇപ്പം കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടേ ഉള്ളത് കേട്ടോ. നമുക്ക് ഈ തോണിയിലെ വെള്ളം ആദ്യം കളയാം ഗൈസ്. ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇച്ചിരി ടാസ്ക്കാണ്. അയ്യോ, ഫൈനലി ഗൈസ് വെച്ചിട്ടുണ്ട്. ബാഗൊക്കെ സഞ്ചിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ചീപ്പായിട്ടുള്ള വാട്ടർ പ്രൂഫ് ബാഗ്. തുണിയിലെങ്ങാനും ഇച്ചിരി വെള്ളം കയറിയാൽ നമ്മളെ സേവ് ചെയ്യേണ്ട സാധനമാണ് ഗൈസ്. കോരിക്കളയാൻ പാട്ട നമ്മളെ തുഴ. നമ്മൾ ഫസ്റ്റ് മുമ്പുണ്ടായ ഫിഷിംഗ് വീഡിയോയിൽ നമ്മൾ ഒരു ക്രിക്കറ്റ് ബാറ്റായിരുന്നു തുഴ. തുഴയാൻ വേണ്ടി തുഴയല്ല, നമ്മൾ ക്രിക്കറ്റ് ബാറ്റാണ് യൂസ് ചെയ്യുന്നത്. ഫുൾ വെറൈറ്റിയാണ്. ഇപ്രാവശ്യം ഒരു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ളൊരു തുഴ ഗൈസ്. ഐശ്വര്യമായിട്ട് നമ്മൾ വലതാല് വെച്ച് കയറാൻ പോവാണ് ഗൈസ്. യശോദേ,
ഇത്രയും ഓപ്പൺ സ്പേസ് ഉണ്ടായിട്ട് ഞാൻ എന്തിനാ ഈ സൈഡിലേക്ക് തന്നെ എറിയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. കാരണം ഇതുപോലത്തെ ലൊക്കേഷനിലാട്ടോ അധികം മീൻ ഉണ്ടാവുക. ഗൈസ്, നമ്മളെ പഴയ ഫിഷിംഗ് വീഡിയോയിൽ നമ്മൾ ഇറങ്ങി വന്ന വഴിയാട്ടോ ഇത്. എൻ്റെ മേത്തൊക്കെ ഇവിടെ മുള്ളൊക്കെ തറച്ചായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ നമ്മൾ മുള്ളിങ്ങോട്ടൊക്കെ കടന്നു കിട്ടി എന്നാ ഒരു കാസ്റ്റിംഗ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പണ്ടത്തെ വീഡിയോയിൽ നൊസ്റ്റാൾജി അടിക്കുന്നു ഗൈസ്, ആ സ്ഥലമാണ് ഇത്. നിങ്ങൾ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഗൈസ്, ഇനി അങ്ങോട്ട് പോലെ ടാസ്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഇടയ്ക്കിടെ പോകാൻ പറ്റും. പക്ഷെ എന്നാലും ഇച്ചിരി കൂടി നല്ല സ്പോട്ട് ആ സൈഡാണ് ഗൈസ്. നമുക്ക് ആ സൈഡിലേക്ക് പോകാം. ഇനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ മെയിനായിട്ടുള്ള പുഴ എത്തും കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് ഗൈസ്. നമ്മളെ ഈ എന്താ പറയുക, ഒരുപാട് ബിസി ആയിട്ടുള്ള ലൈഫിൽ ഇത്തിരി ഫ്രീ ടൈമൊക്കെ ഇതുവരെയൊക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിനൊരു സുഖമാണ് ഗൈസ്. പക്ഷെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം വേണം, അതാണ് ഏറ്റവും വലിയ കാര്യം. പോയിട്ട് വരാം. അയ്യോ, അത് വള്ളിക്ക് കുടുങ്ങിയിട്ടുണ്ടായിന്, അതാണ് സാറല്ല ഗൈസ്. ഫസ്റ്റ് സ്ട്രൈക്കാണ്, നമുക്ക് മിസ്സായിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് വള്ളിക്കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത്തിരി അടുത്ത് പോയി എറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മീനിന് അവർ അനക്കം മനസ്സിലായി എടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ദൂരം വെച്ച് കാസ്റ്റ് ചെയ്തതാണ്, പക്ഷെ അവിടെ കുടുങ്ങിപ്പോയി ഗൈസ്. സാറല്ല, നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. ഗൈസ്, കാണേണ്ട വ്യൂ തന്നെ കേട്ടോ, അതിമനോഹരം. മുള്ളുണ്ട് ഗൈസ്. നമ്മളിവിടെ കുറുക്കൻ മുള്ള് എന്നൊക്കെയാണ് പറയല്. ഇതിൽ കയറിക്കഴിഞ്ഞാൽ ഇളകൽ വലിയ പാടാണ് ഗൈസ്. നമുക്ക് നേരത്തെ ഇവിടെ നിന്നാണ് മീനടിച്ച് മിസ്സായത്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് നിന്ന് ഇച്ചിരി നേരം കാസ്റ്റ് ചെയ്ത് നോക്കാം. അധികം ഇങ്ങനെ ഓപ്പൺ വെയിലൊക്കെ അടിക്കുന്ന സ്പോട്ടിൽ ഉണ്ടാവും, പക്ഷേ സാധ്യത കുറവാണ് ഗൈസ്. ഇതുപോലെ കുറച്ച് കുടുക്കും കാര്യങ്ങളൊക്കെയുള്ള ഇച്ചിരി അങ്ങനത്തെ സ്ഥലത്തൊക്കെ ആയിരിക്കും കൂടുതൽ മീനുണ്ടാവുക. നമുക്കപ്പോൾ കാസ്റ്റ് ചെയ്ത് നോക്കാം. കിട്ടിപ്പോയി. ചെറുമീനൊക്കെ അറിയാൻ വന്നാൽ ഇതുപോലെ മരത്തിനൊക്കെ കുടുങ്ങൽ സ്വാഭാവികമാണ് ഗൈസ്. കാരണം നമ്മൾ അങ്ങനത്തെ സ്ഥലത്ത് എറിഞ്ഞാൽ മാത്രമേ നമുക്ക് മീൻ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അവിടെ ഉടക്കി നമ്മൾ തട്ടിയാണ്. അപ്പോൾ നേരെ ഇവിടെ വന്ന് ഉടക്കി. നമുക്ക് നോക്കാം. ഇതുവരെ 0 catches ആണ് ഗൈസ്, പക്ഷെ എനിക്ക് ഹോപ്പുണ്ട്, നോക്കാം. ഗൈസ്, കുറച്ച് നേരമായി കാസ്റ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്കൊരു സ്ട്രൈക്ക് കിട്ടി. ഏകദേശം മീൻ ഹുക്കപ്പായി, പിന്നെ അത് ഊരിപ്പോയി ഗൈസ്. മീൻ മിസ്സായി. വേറെ നമുക്ക് മീനൊന്നും കിട്ടിയില്ല. നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു സാധനം കാണുന്നത്. ഇത് കണ്ട ഗൈസ്, ഇച്ചിരി അടുത്തുനിന്ന് കാണിക്കാൻ പറ്റുമോ നോക്കാം. കണ്ടോ ഗൈസ്, ഇതാണ് ചേറിൻ്റെ കായ് കേട്ടോ, ചേറിൻ്റെ കായ്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി കാരണമുണ്ട്. അതായത് മുമ്പ് ഞാനും എൻ്റെ ഫ്രണ്ടും ജിത്തു വീഡിയോ ആണെങ്കിൽ കമൻറ്റ് അടിക്കും. അതായത് ഞാനും ജിത്തുവും കൂടിയിട്ട് നമ്മൾ പണ്ട് സൈക്കിൾ എടുത്തിട്ട് നമ്മൾ ഈ ലോകം തെറ്റി സൈക്കിൾ എടുത്ത് പോകും ഗൈസ്. ഒരുപാട് ദൂരേക്ക് സൈക്കിൾ ഓടിയിട്ട് പോകും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു മരം കണ്ടു. അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു ടൈമല്ലേ ഗൈസ്, നമ്മൾ ഈ ഇത് പറിച്ച് കഴിക്കും പരിപാടിയൊക്കെ. അന്നേരം നമുക്ക് ഈ വൈൽഡ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റാണ് ഗൈസ്. എന്തൊക്കെയോ കഴിക്കണം, കാട്ടിൽ കാണുന്നത്. പക്ഷേ അതൊക്കെ നമുക്ക് അന്നത്തെ ബുദ്ധി കേട്ടോ. അന്നേരം നമുക്ക് ഇത്രയൊന്നും ബുദ്ധിയില്ലല്ലോ. ഇപ്പോഴും വലിയ ബുദ്ധി ഉണ്ടെന്നല്ല പറയുന്നത് ഗൈസ്, എന്നാലും ഇത്ര ബുദ്ധിയില്ല. അപ്പോൾ അന്ന് നമ്മളത് മുന്തിരിയാന്ന് എഴുതി കഴിച്ചു ഗൈസ്. അത് ചേറ് മരത്തിൻ്റെ കായാണ്. അതായത് അത് തൊട്ടാൽ തന്നെ ചില ആൾക്കാർക്ക് ചൊറിയും, ആ ഒരു ടൈപ്പ് സാധനമാണ്. പക്ഷേ എന്തോ ദൈവമായി കൊണ്ട് ഗൈസ് ഒന്നും പറ്റിയില്ല. ഞാനും കഴിച്ചു, അവനും കഴിച്ചു. ഞാൻ കുറച്ച് അധികം കഴിച്ചു ഗൈസ്. പക്ഷേ എന്തോ ഭാഗ്യത്തൊന്നും പറ്റിയില്ല. കാരണം കുടലൊക്കെ പൊള്ളിപ്പോകുന്ന ഒരു അവസ്ഥ വരെ ചില ആൾക്ക് വന്ന്, ചില ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് വരെ പറയുന്നത് ഗൈസ്. പക്ഷേ എന്തോ ഭാഗ്യത നമുക്കൊന്നും പറ്റിയില്ല. അതിൽ പിന്നെ ഗൈസ് ഈ സാധനത്തിൻ്റെ അടുത്ത് ഞാൻ പോകാറില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കണ്ട് അതിൻ്റെ ഭംഗി മാത്രം ആസ്വദിക്കും. കാണുമ്പോൾ മുന്തിരി പോലെ തന്നെ ഉണ്ടാവും, പക്ഷേ വിഷക്കായിയാണ്. അതുപോലെ നല്ലോണം ചൊറിയും ചെയ്യും. ഭാഗ്യം ഗൈസ്
അന്ന് ഇത് കഴിച്ചിട്ട് എന്നാൽ പറ്റിയെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ ഉണ്ടാവട്ടേനില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കായൊക്കെ കണ്ട ഒരു കൗതുകത്തിന് പോലും പറിച്ചു തരും ഗൈസ്. ഒന്നിക്കലും മുതിർന്ന ആരോടെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം കഴിക്കുക. അങ്ങനെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് സ്ഥലങ്ങൾ ഒരുപാട് കുറച്ച് നീണ്ടു കിടക്കുന്നുണ്ട്. നമുക്ക് ബാക്കി ഫിഷിങ് കണ്ടിന്യൂ ചെയ്യാം. വാവ്, ദി വോയിസ് ഓഫ് ഡെൻസ് ഫോറസ്റ്റ്. അടിപൊളി. സ്ട്രൈക്കാണ്. ചെറിയ എന്തോ മീനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പോട്ടെ. സ്ട്രൈക്കായിരുന്നു ഗൈസ്. അടിച്ച് മക്കളെ. ഇല്ല, എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. അയ്യോ, വീണ്ടും സ്ട്രൈക്കായി ഗൈസ്. പക്ഷേ മീൻ കിട്ടിയില്ല. ഒരു തവണ കൂടി ഇതിൽ മീൻ പേടിച്ചു തോന്നുന്നു ഗൈസ്. ഇനി അതടിക്കില്ല. ഇല്ലാണ്ടായി ഗൈസ്. ഞാനൊരു വള്ളി പിടിച്ച് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ ഉണങ്ങിയ കമ്പ് പൊട്ടി വീണു. തലയിൽ വീഴാത്ത ഭാഗ്യം. അടിച്ചു 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 നമ്മുടെ ഫസ്റ്റത്തെ മീൻ. അയ്യോ, ഒരു കുഞ്ഞനാന്ന് തോന്നല്ലോ. അയ്യോടാ ഗായ്സ്, നമ്മുടെ ഫസ്റ്റത്തെ മീനാണ്. പക്ഷെ ഒരു കുഞ്ഞനാണ് കേട്ടോ. അതായത് വലിയ സൈസൊന്നുമില്ല, ഒരു കുഞ്ഞനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കാണാം ഗായ്സ്. നമുക്ക് കിട്ടിയതൊരു കുഞ്ഞനെയാണ്. അപ്പോൾ നമ്മളിവനെ എടുക്കുന്നില്ല കേട്ടോ. കാരണം ഇവൻ ഇനിയും വളർന്ന് നമുക്ക് ഇവനെ തന്നെ പിന്നെ പിടിക്കാം. പക്ഷെ ഇപ്പം നമ്മൾ പിടിക്കുന്നില്ല, നമ്മളിവിടെ റിലീസ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ ദി ഫൈറ്റ് ബഡി. കുഞ്ഞനാണെങ്കിലും ഇവൻ നല്ലൊരു ഫൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ചിൻറ്റു മിൻറ്റു ബായ്. നമുക്ക് ഇച്ചിരി വളർന്നിട്ട് നിന്നെ പിടിക്കാം കേട്ടോ. ക്യാച്ച് ആൻഡ് റിലീസ്. ബായ്. അപ്പോൾ അടുത്ത മീനെ പിടിക്കാൻ നമുക്ക് പോവാം ഗൈസ്. അവൻ ചെറുതാണ്, അതോടെ ക്യാച്ച് ആൻഡ് റിലീസ് ചെയ്തത്. ഇല്ലെങ്കിൽ നമ്മളെ ചട്ടി കിടക്കുന്ന മുതലായിരുന്നു. നമുക്ക് മോൺസ്റ്റേഴ്സിനെ വല്ലതും പൊക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. അയ്യോ, അങ്ങനെ വേറൊരു കരയെത്തി ഗൈസ്. ഇച്ചിരി നേരം ഇവിടെ ഇറങ്ങി വെക്കാം. കുണ്ടിയെല്ലാം പോച്ച് ഗൈസ്. നടുവൊക്കെ വേദന എടുക്കുന്നുണ്ട്. ഇനി ഇച്ചിരി കര ഉള്ള പ്രദേശമാണ്. നമ്മൾ ഈ വഴിക്ക് തോണി ഇരുന്നിട്ട് പോകാൻ പറ്റും കേട്ടോ. തോണി ചെറുതായിട്ട് വെള്ളത്തിലേക്ക് ഇടുക, നിരക്കി നീക്കുവാണ് വേണ്ടത്. ഇച്ചിരി വെള്ളമുണ്ട്. അയ്യോ, അപ്പോൾ ഗൈസ്, ഒത്തിരി നേരത്തെ കാസ്റ്റിങ്ങിന് ശേഷം നമുക്ക് ഒരുപാട് സ്ട്രൈക്ക് കിട്ടി, നല്ല നല്ല ക്യാച്ചസ് കിട്ടി. നല്ല ഹാപ്പി ആയിട്ടുള്ള ഡേ ആട്ടോ. അതായത് എന്താ പറയുക, കുറേ നാളിന് ശേഷം നല്ല ഫ്രീ ആയി, മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് നല്ലൊരു ഓപ്പൺ എയറും കൊണ്ട് നമ്മുടെ കാട്ടിലൂടെ പോകുന്ന ഒരു സുഖമുള്ള ഗൈസ്. നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതായത് ആ ഒരു വൈബ് മനസ്സിലാവുന്നതായിരിക്കും, ഉറപ്പായും മനസ്സിലാവും കേട്ടോ. അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ, കാട് വൈബ്, തോട്, മീൻപിടുത്തം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഫിഷിംഗ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ് ഗൈസ്. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രം. ഒരുപാട് വീഡിയോസ് ഇനി മുന്നോട്ട് അങ്ങോട്ട് വരാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്ത് കമൻറ്റ് വേണം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്ന് പറയാം, ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വരും വീഡിയോസൊക്കെ, അടിപൊളി വീഡിയോസൊക്കെ വരാൻ പോകുന്നുണ്ട്. ഷെഡ്യൂണായിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. US5 റവി സൈനിങ് ഔട്ട്. പീസ് ഫ്രണ്ട്സ്. അപ്പോൾ ഫിഷിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ പർപ്പസ് മാത്രമല്ല, എൻ്റെ ഫേവറേറ്റ് ഹോബി കൂടിയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ വലിയ വലിയ മീനുകളൊക്കെ പിടിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ ചെറിയ മീൻ വെച്ച് നിങ്ങൾ കണക്കുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വെയിറ്റ് ഫോർ മൈ വീഡിയോസ് ഗൈസ്. ബൈ.